കൊല്ലം തേവലക്കര ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച് കെ.എസ്.ഇ.ബി. കുറ്റക്കാർക്കെതിരെ നടപടിക്ക് ശുപാർശയില്ലാതെ കെ.എസ്.ഇ.ബി. സുരക്ഷാ കമ്മീഷണറാണ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. ലൈനിന് താഴെ ഷെഡ് നിർമ്മിച്ചതിൽ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയെന്ന് കണ്ടെത്തലുണ്ട്. വ്യക്തിഗത വീഴ്ച കണ്ടെത്താൻ വിശദമായ അന്വേഷണം വേണമെന്നും ശുപാർശയിൽ കാണാം. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലാണ് കെ.എസ്.ഇ.ബിയുടെ വിചിത്ര നീക്കം. കെ.എസ്.ഇ.ബി. മുഖ്യ സുരക്ഷാ കമ്മീഷണർ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ആർക്കെതിരെയും നടപടി ശുപാർശയില്ല. വൈദ്യുതി ലൈന് താഴെ ഷെഡ് നിർമ്മിച്ചതിൽ കെ.എസ്.ഇ.ബി. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചെന്ന് പറയുന്ന അതേ റിപ്പോർട്ടിലാണ് നടപടി ശുപാർശ ചെയ്യാത്തത്. ഷെഡ് പണിതത് ഇപ്പോഴത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാലത്തല്ലെന്നതാണ് നടപടിയില്ലാത്തതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപകടത്തിന് 2 ദിവസം മുമ്പ് സ്കൂളിൽ പോസ്റ്റ് സ്ഥാപിക്കാൻ സ്കൂൾ അധികൃതരുമായി അസിസ്റ്റന്റ് എഞ്ചിനീയർ സംസാരിച്ചെന്നാണ് കണ്ടെത്തൽ. യോഗം ചേർന്ന ശേഷം അറിയിക്കാമെന്ന് മാനേജ്മെന്റ് പ്രതികരിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കെ.എസ്.ഇ.ബിയുടെ മുൻകൂർ അനുമതി വാങ്ങാതെയാണ് വൈദ്യുതി ലൈനിന് താഴെ ഷെഡ് നിർമ്മിച്ചത്. വൈദ്യുതി ലൈനും സൈക്കിൾ ഷെഡും തമ്മിൽ സുരക്ഷിതമായ അകലമില്ലെന്ന് വ്യക്തമായിട്ടും സ്കൂളിന് നോട്ടീസ് നൽകി പ്രശ്നം പരിഹരിക്കാൻ കെ.എസ്.ഇ.ബി. ഉദ്യോഗസ്ഥർ നടപടിയെടുത്തില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗതമായ വീഴ്ചകൾ കണ്ടെത്താൻ വിശദമായ അന്വേഷണം വേണമെന്നും കെ.എസ്.ഇ.ബി. മുഖ്യ സുരക്ഷാ കമ്മീഷണർ ശുപാർശ ചെയ്യുന്നു. ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാമെന്നായിരുന്നു വൈദ്യുതി വകുപ്പ് മന്ത്രി നേരത്തെ പറഞ്ഞത്. ജനം, തിരുവനന്തപുരം.